അതിന് എന്ത് ചെയ്യണം എന്നറിയാമോ? ഒന്ന് എന്റെ കംഫർട്ട് ലെവൽ പൊട്ടിക്കണം. ഒന്ന് എന്റെ കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാല് ഇനി മലയാളം അങ്ങനെ പറയാൻ കൂടിയ എന്റെ കംഫർട്ട് ലെവലിലേക്ക് നല്ല പറയുന്നില്ല. ഓക്കെ, നമ്മളെ എന്താ പറയുന്നത്, ഞാൻ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശീലിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അതിൽ തന്നെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. യോന നിലവിൽ ചെന്നപ്പോ താൻ എവിടെ ഇരിക്കുന്ന ഒരു ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇല്ലേ? നല്ല തണലൊക്കെ ഇങ്ങനെ നിൽക്കുക, അതിന്റെ കീഴില് ഇങ്ങനെ ഇരിക്കുക. പുള്ളി വിളിച്ച അതിനല്ല, പക്ഷെ എവിടെ ഇരിക്കുന്ന നല്ല തണലൊക്കെ കൊണ്ട് നല്ല സമാധാനമായിട്ടിരിക്കുക. പക്ഷെ ദൈവം എന്തോ ചെയ്തെന്നറിയാമോ? ഒരു മുഴുവനെ കൊണ്ട് കിട്ടി വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് മുഴുവനെ തിന്നാൻ തീർത്തു. ഇപ്പൊ എന്തോ വരുന്നത് കംഫർട്ട് പോയി, ഇപ്പൊ ചൂടടിക്കാൻ പോകും. ഇന്നലെ വരെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല സമാധാനമുണ്ട്, നല്ലതായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും, വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല, കൃത്യമായി ഭക്ഷണം കിട്ടും, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരുന്നത്? തണലുണ്ട്. ഇപ്പൊ തണലൊക്കെ നഷ്ടപ്പെട്ടു. തണൽ നഷ്ടപ്പെട്ടപ്പോൾ ഇനി ഭക്ഷണം കൊണ്ടുപോകാനും പറ്റത്തില്ല, ഇനി വീശിയാലും പറ്റത്തില്ല, ഒന്നും നടക്കത്തില്ല. കാരണം വെയിലടിക്കുമോ? ഇപ്പൊ ചൂടാവാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തോ തന്നെ വിളിച്ച പർപ്പസ്. ഹല്ലേലൂയ. തന്നെ എന്തിനാ വിളിച്ചത്? ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വിളി കേൾക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മളോടുള്ള വിളി നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവൽ ആദ്യം പൊട്ടിക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? അപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പം മുൻപോട്ട് കാര്യം ഇരുത്തുന്നത് ഒരിക്കലും എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കംഫർട്ട് ലെവൽ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയോ. ഹല്ലേലൂയ. സ്ഥിരമായി വരുമ്പോ നമ്മൾ പുറകിലോട്ട് ഇരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കംഫർട്ട് ലെവലാണ്. ഹല്ലേലൂയ. നമ്മുടെ കംഫർട്ട് ലെവലാണ്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൊട്ടത്തില്ല ചില മേഖലകൾ. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശത്തിലേക്ക് നമ്മൾ കയറത്തില്ല. അതിലേക്ക് കയറാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കംഫർട്ട് ലെവൽ പൊട്ടിക്കണം. നമ്മുടെ കംഫർട്ട് ലെവൽ പൊട്ടിക്കുന്നതാണ് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കംഫർട്ട് ലെവലിൽ നമ്മൾ പൊട്ടിക്കുന്നത്. സുഖമായ നിദ്രയിൽ കിടക്കുമ്പോൾ വെളുപ്പിനെ 5 മണിക്കും 4 മണിക്കും 3 മണിക്കും 2 മണിക്കും ഒക്കെ നല്ല ഉറക്കമാണ്. അതിന്റെ ഇടയ്ക്കും നമ്മൾ അറിയാതെ ചാടി എഴുന്നേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നേരെ വാഷ്റൂമിൽ പോകും, കാര്യങ്ങൾ സാധിക്കും, തിരിച്ചു വന്ന് കിടന്നു. പക്ഷെ ദൈവം നിങ്ങൾ തട്ടി ഉണർത്തുക. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നിന്റെ പർപ്പസ് എന്തുവാണ് നിന്നെ വിളിപ്പിച്ച് പറയാൻ വേണ്ടി, നിന്നെ അറിയിക്കാൻ വേണ്ടി. നിന്റെ കംഫർട്ട് ലെവലിൽ ഇടയ്ക്കൊന്ന് ദൈവം പൊട്ടിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ ചിലത് മുകളിൽ നിന്ന് നിന്റെ അകത്ത് വീഴത്തുള്ളൂ, ചിലത് നിക്ഷേപിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ കംഫർട്ട് ലെവൽ പൊട്ടിക്കാൻ അങ്ങനെയുള്ള ഒരു കാര്യം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാമോ? നമ്മുടെ സൗകര്യപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം അത്യാവശ്യം പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചി അവരെ. ഹല്ലേലൂയ. ഒത്തിരി എന്നെ 2 ആഴ്ച മുമ്പ് എന്നോട് അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ വയ്യ പാസ്റ്റർ. കുറെ കഴിയുമ്പോൾ നമുക്കറിയാം പ്രായമുള്ള ആളാണ്, പ്രത്യേകിച്ച് ഇതിനൊരു ആംബ്രസ്റ്റ് ഇല്ലാത്ത ചെയറാണ് നമ്മുടെ, അതിൻ്റെ അകത്ത് നമുക്ക് ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചൊക്കെ ഇരിക്കുമ്പോൾ അവരെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ അങ്ങനെയാണ് അമ്മച്ചി വിചാരിച്ചത്. കുറെ കഴിയുമ്പോൾ ഒരു ആരാധന ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അമ്മച്ചിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് പൊക്കോണം, ഒരു കുഴപ്പമില്ല, നമുക്കറിയാം, കർത്താവിനും അറിയാമല്ലോ, ക്ഷീണമൊക്കെ അറിയാം. അമ്മച്ചി അപ്പൊ അതനുസരിച്ച് ക്രമീകരിച്ച് പൊക്കോണം എന്ന് പറഞ്ഞു. പക്ഷെ അമ്മച്ചി പറയുന്നത് എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരാധന മുഴുവൻ കഴിഞ്ഞാൽ പോവുകയാണ്, അതുകൊണ്ട് എത്ര വയ്യായെങ്കിലും ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിലെ ആ ഒരു തീവ്രത, ആ ഒരു ആവേശം അത് പഴയ തലമുറകളിലുണ്ട്. അത് ഇന്ന് നമ്മുടെ പേര് വെളിപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വയ്യായെങ്കിലും ഞാൻ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ മുടങ്ങണമെന്നും എങ്ങനെ വീട്ടിൽ ഇരിക്കണം, എങ്ങനെ ആരാധിക്കാതിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ പഴയ തലമുറകള് വയ്യാത്തവരെ എങ്ങനെ ആരാധിക്കാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകല് അങ്ങനെ ഒരു തീ അകത്ത് വെളിപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിന് നടുവിൽ? അങ്ങനെയുള്ളവരുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഞാൻ നിർബന്ധമായി എന്തുകൊണ്ട് കരമടിപ്പിക്കുന്നത് അറിയാമോ? അത് അടുത്ത
കംഫർട്ട് ലെവലിൽ നിന്ന് പകലിൽ പൊട്ടട്ട് ദൈവത്തിൽ